അടുക്കളയിൽ വന്ന് പരതിയപ്പോൾ നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. വൈകിട്ടത്തേക്ക് ഫോണിൽ കണ്ട ആ പരീക്ഷണം നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഇതേ പഴമെല്ലാം ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് അതിലേക്ക് ഏലക്കയും 2 സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് സംഭവം കിട്ടുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. കണ്ണ് തട്ടാതിരിക്കാനെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒന്നും കറക്റ്റ് അളവ് എനിക്കറിയില്ല. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ ഇതൊക്കെ വാരിയിട്ടു. അങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് എണ്ണയിലേക്ക് കോരി ഒഴിച്ച് വറുത്തെടുക്കാൻ പോവാണ്. ഈ ഒരു ഒറ്റ ഐറ്റം തന്നെ നമ്മൾ 2 രീതിയിൽ പരീക്ഷിച്ചായിരുന്നു. ഒന്ന് ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക, പിന്നെ ഒന്ന് ആവിയിൽ കയറ്റിയെടുത്തു. ചട്ടിയിൽ വറുത്തത് ഇളകി വരാത്തത് കൊണ്ടല്ലേ ബാക്കിയെല്ലാം ആവിയിൽ വെച്ചുണ്ടാക്കിയതെന്ന് സത്യം ചോദിച്ചുകൊണ്ട് ആരും വന്നേക്കരുത്. വറുത്തതിൻ്റെ ടേസ്റ്റ് നോക്കിയത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഉണ്ണിയപ്പം കഴിച്ച ടേസ്റ്റ് ആയിരുന്നു. ഈ ആവിയിൽ വെച്ചുണ്ടാക്കിയത് പറയുകയാണെങ്കിൽ നമ്മൾ ഇലയപ്പം ഇഡ്ഡലിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയതുപോലെ ഇരുന്നു. എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കാനൊക്കെ കൊള്ളാം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.